നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞില്ല. 100-ലധികം പോലീസുകാരാണ് പോത്തുണ്ടിയിലെ മലയോര മേഖലകളിൽ പരിശോധന നടത്തുന്നത്. ചെന്താമര പുഴയിലോ കുളത്തിലോ ചാടിയിട്ടുണ്ടാകാമെന്നും സംശയമുള്ളതിനാൽ സ്കൂബ ഡൈവിംഗ് ടീമും തെരച്ചിൽ നടത്തുന്നുണ്ട്. സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ചെന്താമര കൊലപ്പെടുത്തിയത് കൂടോത്രം ചെയ്തു എന്ന സംശയത്തെ തുടർന്നാണെന്ന് കണ്ടെത്തൽ. കുടുംബബന്ധം തകർത്തത് നീളമുള്ള മുടിയുള്ള സ്ത്രീയാണെന്ന് ചെന്താമരയോട് ഒരു ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു അത്രേ. കൂടുതൽ വിവരങ്ങൾ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. പ്രതിയെ പിടികൂടിയാൽ തൂക്കിക്കൊല്ലുന്നതിൽ കുറഞ്ഞ ശിക്ഷ നൽകരുത്. അനുകൂലമായ തീരുമാനം സ്വീകരിക്കാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്നും പ്രദേശവാസികൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഈ പോത്തുണ്ടിയിലെ ഈ ഭാഗത്തുള്ള ആളുകൾ, ഈ ബോയൻ കോളനിയിലെ ആളുകൾ വലിയ ദേഷ്യത്തിലാണ്, വലിയ പ്രതിഷേധത്തിലാണ്. നിരവധി തവണ പോലീസിനോടൊക്കെ തന്നെ ഈ വിവരം അറിയിച്ചിട്ടും കാര്യമായ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഈ മരിച്ച സുധാകരന്റെ മക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. നാട്ടുകാരും ഇവർക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ ഒരു പ്രതിഷേധം, നിരവധി തവണ പോലീസിനോട് പറഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാവാത്തതല്ലേ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിയത്? അത് തന്നെയാണ്, പോലീസുകാരന്റെ അനാസ്ഥ മൂലം തന്നെയാണ് ഇത് സംഭവിച്ചത്. ഇനി ആ കുട്ടികൾ അവരെന്ത് ചെയ്യും? അവർ പറഞ്ഞ കരയാണ്, ഞങ്ങൾ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇനി ആരുമില്ല അവർക്ക്, അവരെന്താ ചെയ്യാ? വയസ്സായ അപ്പനും അമ്മയാണ് നോക്കണത്. അവരെന്ത് പറഞ്ഞിട്ട് ഇനി നോക്കൂ? എത്ര കാലം അവരുണ്ടാവും എന്നുള്ളത് ആർക്കറിയാം? അപ്പൊ ആ കുട്ടികൾ എന്ത് ചെയ്യും? ഇനി എത്ര പറഞ്ഞിട്ട് ഇവരനുസരിച്ചില്ല, ഇവർ വന്നു പോലുമില്ല നോക്കാൻ. ശരി ആയിക്കോട്ടെ, ഇവർ തിരുപ്പൂർ പോകുന്നു പറഞ്ഞല്ലോ, എന്നാൽ 2 ദിവസം മുമ്പ് മിനിഞ്ഞാന്നെങ്കിലും വന്നിട്ട് പോലീസുകാർ ആരെങ്കിലും ഒരാൾ ഇയാൾ ഇവിടെ താമസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നാട്ടുകാരടുത്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് വിളിച്ചു ചോദിച്ചാൽ മതി. വരണ്ട, നേരിട്ട് ഫോണിലൂടെ വിളിച്ചു ചോദിച്ചാൽ മതി, ഇങ്ങനെ ആൾ അവിടെ താമസിക്കുന്നുണ്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾ പേടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ പേടിച്ചിട്ടാണ്. അയാൾ വന്നവിടെ നിന്ന് ഞങ്ങൾ ടെൻഷനാണ്. എന്താ വെച്ചാൽ ആരിന് ഇനി കൊല്ലും, ആര് കുടുംബത്തിന് ഇനി നഷ്ടപ്പെടുന്നുള്ളത് അറിയില്ല പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു ഞങ്ങള്. ഇപ്പൊ അവരെയും കൂടെ ശരിയായപ്പോ കറക്റ്റായി. വലിയ ഭീഷണിയാണോ നിങ്ങൾക്ക്? വലിയ ഭീഷണിയാണ്. ഞങ്ങള് ഇയാൾ കത്തിയും കൊണ്ട് നടക്കുന്ന സമയത്ത് ഞങ്ങള് പഞ്ചായത്തിലേക്ക് ഒരു ലെറ്റർ കൊടുത്തു, സ്റ്റേഷനിലേക്ക് ഒരു ലെറ്റർ കൊടുത്തു. ഇവര് ആരും ഇവിടെ വന്ന് ഇത്ര ദിവസം വരെ വന്ന് അന്വേഷിച്ചില്ല. ഇപ്പം വന്ന് 1.5 മാസമായി. എല്ലാവരെയും ഭീഷണിയാണ്. കൊല്ലുന്നു മാത്രമേ ഉള്ളൂ. 5 പേരെ കൊല്ലും, 3 പേരെ കൊല്ലും, 4 പേരെ കൊല്ലും. ഈ ഒരു ഭീഷണിയാണ്. ഞങ്ങൾക്ക് ഈ കുട്ടിക്ക് നല്ല ഇത് കിട്ടണം, അല്ലാണ്ട് ഈ മരിപ്പെടുക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഈ നീതി കിട്ടിയിരിക്കണം. കുട്ടി മരിപ്പെടുക്കാൻ ഞങ്ങൾ യാതൊന്നും സമ്മതിക്കില്ല. ഈ കുട്ടിക്ക് നീതി കിട്ടിയേ പറ്റൂ. ആ കുട്ടിക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. നിങ്ങളുടെ ആവശ്യം എന്താ? ഇവർക്ക് ജോലി വേണം. ജോലി വേണം. എന്താണെന്ന് വെച്ചാൽ ഇനി പ്രായമായ അച്ഛനും അമ്മയാണ് അവർക്കുള്ളത്. അവർ എത്ര കാലം ഈ കുട്ടികളെ നോക്കും? എന്തായാലും മൂത്ത കുട്ടി മാരീഡാണ്, അതൊക്കെ ഒരു സെറ്റിലായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും ചെറിയ കുട്ടിക്ക് എന്തായാലും ഒരു ജോലി എന്തായാലും വേണം. അതിന് പുറമെ ഇതിന് അയാൾക്ക് തൂക്കിക്കൊല്ലാനുള്ള ഒരു ശിക്ഷ എന്തായാലും നീതി ലഭിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തല്ലിക്കൊല്ലാം. അങ്ങനെയുള്ളതാണ് ഞങ്ങൾ ഘട്ടത്തിൽ നിൽക്കുന്നത്. അതായത് ഇയാളെ പിടികൂടാതിരുന്നാല് ഇനിയും ഇങ്ങനത്തെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പായിട്ടും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നേരത്തെയും എത്ര പേർക്കെന്ന് പറഞ്ഞ ഭീഷണി. ഇയാൾ വടിവാളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോഴും അയാളുടെ കയ്യിൽ കത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സംഗതി കണ്ടവരെല്ലാവരും ഉള്ളതാണ്. മാനിനെ പോലെ നടന്നാലും അയാളുടെ ഉള്ളിൽ നല്ല ക്രൂരതയുള്ള സ്വഭാവമാണ്. സത്യത്തിൽ അതന്നെയാണ് സംഭവം. ഏതായാലും ഇവിടെ വീട്ടമ്മമാരുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ മക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വല്ലാത്തൊരു സങ്കട കാഴ്ചയാണ്. അപ്പോൾ ഈ സുധാകരന്റെ മക്കൾക്ക് ഒരു സംരക്ഷണം, സർക്കാരിന്റെ ഒരു സംരക്ഷണം വേണമെന്നുള്ളതാണ് ഈ വീട്ടമ്മമാരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഈ മൃതദേഹങ്ങളൊന്നും തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ വീട്ടമ്മമാരൊക്കെ ഉള്ളത്. നിരന്തരം ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. എന്ന് വെച്ചാൽ ഈ പ്രതിയെ എത്രയും വേഗത്തിൽ പിടികൂടുകയും പ്രദേശത്തെ ഭീതി അകറ്റുകയും വേണം. ഒപ്പം മക്കളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് അവിടെ നിന്ന് ഉയർന്നു വരുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഖിൽ കൂടി എന്നോടൊപ്പം ചേരുന്നു. അഖിൽ, പോലീസിന്റെ തെരച്ചിലിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? പോലീസ് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തെരയുന്നത്? ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കാമെന്നുള്ള സംശയം എന്തുമാത്രം ബലപ്പെട്ട സംശയമായി പോലീസിന്റെ മുമ്പിലുണ്ട്?
നിഷാദ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ പരിശോധന നടത്തുന്നത്. 2 സംഘങ്ങൾ മലയിലും 1 സംഘം ഈ കുളത്ത് കേന്ദ്രീകരിച്ചും മറ്റൊരു സംഘം ഉള്ളത് ഈ ഡ്രോൺ നിരീക്ഷണത്തിലുമാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം, ദ്രുതകർമ്മ സേനയും അതുപോലെ ഫോറസ്റ്റുകാരും ഈ സംഘങ്ങളൊപ്പം പോലീസ് സംഘത്തിനൊപ്പമുണ്ട്. കാടിനെ കുറിച്ച് പരിചയമുള്ള, മലയെക്കുറിച്ച് പരിചയമുള്ള നാട്ടുകാരും കൂടി പോലീസിനൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസ് നിലവിൽ ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ പ്രതിയെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ ചെന്താമര പോലീസിന് കണ്ടെത്താ ദൂരത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഏകദേശം 5 ദിവസം കഴിഞ്ഞാണ് പോലീസിന് ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. അത്തരത്തിൽ അതും ചെന്താമര നാട്ടിലേക്ക് തിരികെ കാട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോഴാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ചെന്താമര കാട് കയറിയതെങ്കിൽ പോലീസ് കുറച്ച് വേർക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അല്പസമയത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷനിലാണ്. അല്പസമയത്തിനകം തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ KSUവിന്റെയും മാർച്ച് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ അതിനായിട്ടുള്ള ബാരിക്കേഡുകളൊക്കെ തന്നെ ഈ റൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. കാരണം പോലീസിന്റെ വീഴ്ചയാണ് ഈ 2 കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഈ നാട്ടുകാരും കുടുംബവും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആരംഭിക്കുന്നത്. നമുക്കത് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പോലീസിന് സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 29-ാം തീയതി പരാതി നൽകുന്നു. 29-ാം തീയതി കുടുംബം പരാതി നൽകുമ്പോൾ ചെന്താമരയെ വിളിച്ചു വരുത്തി ഈ പോലീസ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ചെന്താമര പറയുന്നു തനിക്ക് മാനസാന്തരം വന്നിരിക്കുന്നു എന്നൊരു പ്രതി പറയുകയാണ്. താൻ തഞ്ചാവൂരിലേക്ക് അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അത് വിശ്വാസത്തിൽ പോലീസ് എടുക്കുന്നു. അതിനുശേഷം പിന്നെ അയാളെ കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. 5 ദിവസമായി ഈ പ്രതി ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഈ കൊലപാതകം നടക്കുന്നതിനും 4 ദിവസം മുൻപ് പ്രതി ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് അവിടെ താമസിച്ചിരുന്നത്. അത് എന്തുകൊണ്ട് പോലീസ് അറിഞ്ഞില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് എന്തുകൊണ്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല? 5 ദിവസം മുമ്പ് ഒരാൾ അവിടെ 5 ദിവസത്തോളം താമസിച്ചിട്ടും പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നില്ല. കൃത്യമായി കോടതിയുടെ ജാമ്യ വ്യവസ്ഥയുണ്ട് ഈ നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രതി കടക്കരുതെന്ന്. അത്തരത്തിലൊരു പ്രതി ഉണ്ടാകുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് അത്തരത്തിൽ പ്രത്യേകമായ ഒരു വിഭാഗം തന്നെയുണ്ട്. ഇന്റലിജൻസ് വിഭാഗമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗമുണ്ട്. ഇവരൊന്നും തന്നെ ഇത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ വിഭാഗം, എന്തിനാണ് ഉദ്യോഗസ്ഥർ എന്ന കാര്യമുണ്ട്. അത് കൃത്യമായി പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു കൃത്യമായ ഒരു ഫോളോ അപ്പ് 29-ാം തീയതി ഈ പ്രതിയെ വിളിച്ചു വരുത്തി പറഞ്ഞു വിട്ടതിനപ്പുറത്തേക്ക് ഈ പ്രതിയുടെ മുമ്പിൽ ഒരു നിരീക്ഷണം വെക്കുക. അതായത് കൊലപാതക കേസിൽ പ്രതിയാണ്, ഒരു മാനസിക ബുദ്ധിമുട്ട്, അതായത് ഒരാൾ തന്റെ ഭാര്യയെ കുടുംബം തകരാനുള്ള കാരണം ഒരു സ്ത്രീയാണ് എന്ന് കരുതിക്കൊണ്ടാണ് കൊലപാതകം നടത്തുന്നത്. അത്തരത്തിലൊരു മനോഭാവത്തോടു കൂടി കൊലപാതകം നടത്തിയ ഒരു വ്യക്തി നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ എന്തുകൊണ്ട് പോലീസ് അതിൽ അയാളുടെ വലിയൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു കണ്ണു വെച്ചില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അയാൾ 5 ദിവസത്തോളമായി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 5 ദിവസത്തോളം അയാൾ വീട്ടിൽ താമസിച്ചു, അതും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ കൃത്യമായൊരു വീഴ്ച പോലീസ് സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച തന്നെയാണ് എന്തായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരികയും ചെയ്യും. എന്തായാലും ഒരു കുടുംബത്തിലെ 3 പേരെയാണ് പ്രതി ഇപ്പോൾ ചെന്താമര കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ കൊലപ്പെടുത്തി നടത്തിയ ശേഷം ഈ കാട്ടിലേക്ക് കയറിയ ചെന്താമര ഇപ്പോഴും അപ്രത്യക്ഷമാണ്, അല്ലെങ്കിൽ ചെന്താമരയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്തിയത്, പക്ഷെ അവിടെയൊന്നും ചെന്താമര എത്തിയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ പ്രധാനമായും ആ ചെന്താമര കഴിഞ്ഞ തവണ ഒളിച്ചിട്ടുള്ള ആ മലയിലെ കാടിനുള്ളിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് വനത്തിനുള്ളിൽ പരിശോധന നടത്തുന്നത്. എന്തായാലും പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസ് പറയുമ്പോഴും അത് എപ്പോഴെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഈ 5 ദിവസം മുമ്പ് പ്രതി അവിടെ വന്ന് താമസിച്ചത് പോലും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുമ്പോൾ കണ്ടെത്തുമ്പോൾ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മറ്റൊരു കാര്യമാണ്. എന്തായാലും പ്രതിയെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം പ്രതി ഇനിയും 2 പേരെ കൂടി വകവരുത്തും, അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം പ്രതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2 പേരെ കൂടി പ്രതിയുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പ്രതി അത്തരത്തിൽ ഈ സുധാകരനെയും അതുപോലെ തന്നെ സുധാകരൻ അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തിയ ശേഷം മറ്റ് 2 പേര് പുഷ്പ, ബിന്ദു എന്ന് പറയുന്നവരുടെ വീട്ടിലേക്ക് പോയി അവരവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുക കൂടി പ്രതി ചെയ്തിരുന്നു. അതായത് പ്രതിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പ്രതിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് തൻ്റെ കുടുംബജീവിതം തകരാൻ കാരണം ഈ സ്ത്രീകളാണ്, അവർ കാരണമാണ് ഈ കുടുംബജീവിതം തകർന്നതെന്ന് മനസ്സിനുള്ളിലേക്കുണ്ട്. ഇയാൾ ജോൽസിനെയൊക്കെ കണ്ടപ്പോൾ ആ ജോൽസിൽ നിന്നും ലഭിച്ച വിവരങ്ങളും അയാളെ മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്. കാരണം നീളമുള്ള മുടിയുള്ള സ്ത്രീ ആണ് ഈ തൻ്റെ കുടുംബജീവിതം തകരാൻ കാരണമായത് എന്നുള്ളൊരു ഒരു വികാരം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത അയാളുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അയാൾ ആ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. പിന്നീട് അത് ജയിലിലേക്ക് ഇറങ്ങി വീണ്ടും 2 പേരെ കൂടി കൊലപ്പെടുത്താനുള്ള ഒരു മനോഭാവത്തിലാണെങ്കിൽ ഇനിയും കൂടുതൽ കൊലപാതകം നടത്താൻ കൂടുതൽ ആളുകളെ കൊല്ലുമോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉണ്ട്.